സന്നിധാനത്ത് പോലീസിന്റെ പുതിയ ബാച്ച് ചാർജ് എടുത്തിരിക്കുന്നു. സർ, പുതിയ ബാച്ച് ഇപ്പോൾ ചാർജ് എടുത്തു കഴിഞ്ഞു. എത്ര പേരാണ് ഇതിലുള്ളത്? എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഇവിടെ 1250ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 50% ഏതാണ്ട് 750ഓളം ഉദ്യോഗസ്ഥരെ നമ്മൾ ഇന്ന് ചേഞ്ച് ചെയ്യും. ബാക്കി വരുന്ന ആളുകളെ 21-ാം തീയതി മറ്റ് ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് അവരെയും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് അവർക്ക് പ്രത്യേകിച്ച് കൊടുക്കുന്നത്? അല്ല, ഇവിടെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സേവനമാണ് പോലീസ് ശബരിമല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അയ്യപ്പന്മാരോട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പെരുമാറിക്കൊണ്ട് മാക്സിമം അവർക്ക് വേണ്ട എല്ലാ ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു വളരെ നല്ല ഒരു ജോലി ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശമാണ് അവർ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച മുമ്പുണ്ടായ വിവാദങ്ങളൊക്കെ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ പോലീസിന്? സമ്മർദ്ദമൊന്നും അങ്ങനെയില്ല, പക്ഷേ ഇതൊരു ടഫായിട്ടുള്ള ഡ്യൂട്ടിയാണ്. കാരണം അത്രയും തിരക്ക്, ഇന്നും 90,000, നാളെ 90,000 ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരക്കുള്ള സമയമായതുകൊണ്ട് പിന്നെ വളരെ കോർഡിനേഷൻ റൂട്ടാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തൊഴാൻ ദർശനത്തിന് സാധ്യമാകുന്നു എന്നുള്ളതാണ്. പുതിയ ബാച്ചുള്ള ആളുകൾ ഇതുവരെ പൊരുത്തപ്പെടാനുള്ള സമയം എടുക്കില്ലേ? അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇവിടുന്ന് മാറ്റുമ്പോൾ തന്നെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏതാണ്ട് ഒരു 8 മണിക്കൂറോളം അവരുടെ കൂടെ നിന്നിട്ടാണ് ഇവരെ മാറ്റുന്നത്. അപ്പോഴേക്കും അവർക്ക് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൂടാതെ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ കൃത്യമായിട്ട് അവർക്ക് ബ്രീഫിങ്ങും അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ പോയിന്റും ഒരുപോലെ പ്രധാനമാണ്. എന്നാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എവിടെയാണ് കണക്കാക്കുന്നത്? അല്ല, ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മരക്കൂട്ടാണ്. കാരണം അവിടെ പിന്നെ ഒരു ദുർഘടമായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അവിടെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ബാക്കി ഇപ്പോൾ എല്ലാം ഒരു സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ്. 18-ാം പടിയിൽ എങ്ങനെയാണ് അതിൻ്റെ നിയന്ത്രണങ്ങൾ? 18-ാം പടിയിൽ ഇപ്പോൾ ശരാശരി 4,200ഓളം ആളുകളാണ് ഒരു മണിക്കൂറിൽ 18-ാം പടി കയറിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 14 ഉദ്യോഗസ്ഥരെ 18-ാം പടിയിലും പിന്നെ 10 ഉദ്യോഗസ്ഥരെ അതിന് താഴെയും മുകളിലുമായിട്ട് ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ എല്ലാ 20 മിനിറ്റ് കൂടുമ്പോഴും അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ആ ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. മണ്ഡലപൂജയ്ക്ക് കൂടുതൽ ഫോഴ്സ് ഡിപ്ലോയ് ചെയ്യുമോ? മണ്ഡലപൂജയ്ക്ക് കുറച്ചും കൂടെ ഫോഴ്സിനെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാണെങ്കിലും നല്ലൊരു മണ്ഡലകാലമാണല്ലോ. എങ്ങനെയാണ് സാറിന് ഇതുവരെയുള്ള അനുഭവം? ഞാൻ പല പ്രാവശ്യം ഇവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചൊരു ടഫായിട്ടുള്ള സമയമാണ്. എങ്കിലും നല്ല ഫുൾ ടൈം ഇൻവോൾവ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അയ്യപ്പന്മാർക്ക് പരമാവധി നല്ല സേവനങ്ങൾ, മികച്ച പെരുമാറ്റം അല്ലേ? പോലീസിന് അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അവർക്ക് ഏറ്റവും ദുരിതം കുറച്ചുകൊണ്ട് തൊടുന്നതിനും ദർശനം കിട്ടുന്നതിനുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ജോലി ചെയ്യുന്നത്. എന്നാണെങ്കിലും പുതിയ സേന ഇവിടെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി മണ്ഡല പൂജയ സമയത്ത് കുറെ കൂടി ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യും. ഭക്തർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ഇതോടെ ഉറപ്പാക്കാനും കഴിയും എന്ന പ്രതീക്ഷയാണ് പോലീസ് മേധാവി പങ്കുവയ്ക്കുന്നത്. KP സനേഷിനൊപ്പം CVN മോദ്, ന്യൂസ് 18.